അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു മഗ്ഫിറത്തുഹു ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി അമ്മാ ബഅദ്. മഹല്ലി 4-ാം വാല്യം 46-ാം പേജ്. ഔ ലസിമഹ, ഇനി ഒരു പെണ്ണിനിക്ക് നിർബന്ധമായാൽ ഇദ്ദത്താനി 2 ഇദ്ദ ഈ ഷഖ്സൈനി 2 വ്യക്തികൾക്കുള്ള. നേരത്തെ ഇതുവരെ നമ്മൾ പറഞ്ഞത് ഒരു ഷഖ്സിനേക്കുള്ള 2 ഇദ്ദ, അത് ഒരേ ജിൻസിൽപ്പെട്ട രണ്ടും ഖുർആൻ അല്ലെങ്കിൽ രണ്ടും ഷഹ്റാണ്, അല്ലെങ്കിൽ അല്ലെങ്കിൽ 2 ജിൻസിൽപ്പെട്ട, അതായത് ഒന്ന് ഖുർആൻ മറ്റേത് ഹംലാണ്, അല്ലെങ്കിൽ ഒന്ന് ഷഹ്റാണ് മറ്റേ ഹംലാണ്, ഇങ്ങനെയൊക്കെ ഒരേ മനുഷ്യൻ വ്യക്തി ഷഖ്സിൻ്റെ 2 ഇദ്ദ ലാസിമയുള്ളതായും പറഞ്ഞത്. ഇനി എൻ്റെ പറയുക, ഇനി ഒരു പെണ്ണിനക്ക് നിർബന്ധമായത് 2 ഷഖ്സിനേക്കുള്ള 2 ഇദ്ദയാണെങ്കിൽ എങ്ങനെയാണ് 2 വ്യക്തികളെ ഇദ്ദ ഒരു പെണ്ണിനക്ക് നിർബന്ധമായാൽ? ബിയങ്കാനത്ത്, ഈ സ്ത്രീ ആകലുകൊണ്ട് ഫി ഇദ്ദത്തി സൗജിൻ, ഭർത്താവ് തലാഖിൻ്റെ വകയിലുള്ളായിരിക്കുന്ന ഇദ്ദയിലായിരുന്നു. ഔ ശുഭത്തിൻ, അതല്ലെങ്കിൽ ശുഭത്തിൻ്റെ ഇദ്ദയിലായിരുന്നു. ഫൗത്തിയത്ത്, അങ്ങനെ ഇദ്ദയിലോ ഭർത്താവിൻ്റെ ഇദ്ദയിലോ അല്ലെ ശുഭത്തിലോ ഉള്ളതായിരിക്കുന്ന പെണ്ണിനെ വധു ചെയ്യപ്പെട്ടു. ഈ ശുഭത്തിന് ഒന്നുകിൽ ശുഭത്ത് കൂടി വധു ചെയ്യപ്പെട്ടു. ഔ നിക്കാഹിം ഫാസിദിൻ, അല്ലെങ്കിൽ ഫാസിദായിരിക്കുന്ന നിക്കാഹിൽ കൂടി, അത് ശുഭത്തിൻ്റെ ഭാഗം തന്നെയാണ്. പിന്നെ ഔ കാനത്ത്, അതല്ലെങ്കിൽ ഈ സ്ത്രീ ആയിരുന്നു സൗജത്തൻ, ഭാര്യയായിരുന്നു വെച്ചാൽ ഭർത്താവ് തലാഖിലിയിടൊന്നുമില്ല, മൂത്തദ്ദത്തൻ, പക്ഷേ അവൾ ഇദ്ദിരിക്കുകയായിരുന്നു. ശുഭത്തിനെ തൊട്ട് മറ്റാരോ ശുഭത്തിൻ്റെ വധു ചെയ്തിട്ട് അതിൻ്റെ ഇദ്ദിരിക്കുകയായിരുന്നു. അങ്ങനെ ഫത്തുല്ലിക്കത്ത്, ആ സമയത്ത് തലാഖിലപ്പെട്ടു. അപ്പോൾ ഇവിടെയൊക്കെ ഇപ്പോൾ 2 ആൾതാണല്ലോ, ഒന്ന് ശുഭത്തിൻ്റെ വധു നടത്തിയ ആളത്, പിന്നൊന്ന് ഭർത്താവിൻ്റെത്. അങ്ങനെ 2 ആളെ ഇദ്ദുള്ളത്. എന്നാൽ ഫലാ തദാഖുല, അവിടെ ഒരു ഇദ്ദൻ്റെ ബഖിയത്ത് മറ്റേതിൽ കിടക്കുക എന്നുള്ളത് ഉണ്ടാവില്ല. അതെന്താ നേരത്തെ കടന്നമായി ഇവിടെ കിടക്കാത്തത്? ഈ തഅദ്ദുദിൽ മുസ്തഹിക്ക്, ഇവിടെ ഇദ്ദയുടെ മുസ്തഹിക്ക് എണ്ണമായി, ഒന്ന് സൗജാണ്, പിന്നൊന്ന് ആ വത്ത് ചെയ്തായിരിക്കുന്ന അജ്നബിയാണ്, മറ്റേ 2 ഒരേ ആളായിരുന്നു. മറിച്ച് എന്താക്കണം? ബൽ തഅദ്ദു, അങ്ങനെ 2 വ്യക്തിയുടെ 2 ഇദ്ദ പെണ്ണിൻ്റെ നിർബന്ധമായാൽ അവൾ ഇദ്ദിരിക്കണം. ലി കുല്ലി മിൻഹുമ, 2 ഷഖ്സിൽപ്പെട്ട ഓരോ ഷഖ്സിനു വേണ്ടിയും ഇദ്ദത്തും കാമിലത്തിന് പരിപൂർണമായിരിക്കുന്ന ഓരോ ഇദ്ദിരിക്കണം. അല്ലാതെ നേരത്തെ ഇദ്ദൻ്റെ ബഖിയത്ത് 2-ാമത്തെ ഇദ്ദിൽ ദാഖിലായിട്ട് 2-ാമത്തെ ഇദ്ദ പൂർത്തിയാക്കിയാൽ പോരാ. ഇനിയിപ്പോൾ എൻ്റെ തഫ്സീൽ പറയുക, അതായത് 2 ഷഖ്സിനേക്കുള്ള 2 ഇദ്ദ ലാസിമയുള്ള ഹുക്കുമിൻ്റെ തഫ്സീൽ എന്ന് അറിയാൻ ഉദ്ദേശിച്ചാൽ, ഫൈൻ കാന ഹംലുൻ, ഈ 2 ഇദ്ദയിൽപ്പെട്ട ഏതോ ഒന്നിൽ ഹംലുണ്ടെങ്കിൽ, ഹംലിൻ്റെ ഇദ്ദാണെങ്കിൽ ഖുദ്ദിമത്ത് ഇദ്ദത്തുഹു, ആ ഹംലിൻ്റെ ഇദ്ദനെയാണ് മുന്തിക്കപ്പെടുക. സാബിഖൻ കാന അം ലാഹിക്ക, ആ ഹംല് ആദ്യം ഹംലുണ്ടായി 2-ാമത്തേൽ ഹംലില്ല, അല്ലെങ്കിൽ ലാഹിക്ക് പറഞ്ഞാൽ ആദ്യം ഹംലുണ്ടായത് 2-ാമത്തേലാണ് ഹംല്. അപ്പോൾ ഈ ഹംല് ആദ്യം ആവട്ടെ ശേഷമാവട്ടെ എന്നർത്ഥം, 2-ലായാലും വേണ്ടില്ല, അതിനെ മുന്തിക്കാം. അതിന് ഹംലിൻ്റെ ഇദ്ദനെ മുന്തിക്കാൻ കാരണം എന്നാ ഇദ്ദത്തിൽ ഹംലി, കാരണം ഹംലിൻ്റെ ഇദ്ദ പറഞ്ഞാൽ ഹംലിനെ പ്രസവിക്കലാണല്ലോ. ആ ഇദ്ദ ലാ തഖ്ബിലു തഅഖീർ, അത് പിന്തിക്കാൻ പറ്റുമല്ലോ. കാരണം ഹംലിനെ പെറ്റാലത്ത് കഴിഞ്ഞു പിന്നിക്കുന്നതിന് കണക്കാക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ടാണ്. മറ്റേതങ്ങനെയല്ല, മാസങ്ങളെ കൊണ്ടോ കുറവുകൾ കൊണ്ടാണല്ലോ, അതിപ്പോൾ ഹംല് കഴിഞ്ഞാൽ പിന്നെയും കുറവും മാസവും ഒക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ ഹംലുണ്ടെങ്കിൽ ഹംലിനെ മുന്തിക്കണം എന്ന് വെക്കുമ്പോൾ ഫൈൻഖാന, അപ്പോൾ അവിടെ നോക്കണം, ഈ ഹംലാണെങ്കിൽ ഇങ്ങനെ മുത്തല്ലിഖി, തലാഖ് ചൊല്ലിയ ഭർത്താവ് എന്നുള്ള ഹംലാണെങ്കിൽ, സുമ്മ ഉത്തിയത്ത്, അങ്ങനെ ആ തലാഖ് ചൊല്ലിയ ഭർത്താവിൻ്റെ ഹംലുണ്ട്, ആ സമയത്തോളം വത്ത് ചെയ്യപ്പെട്ടു. ശുഭത്തിൻ്റെ വത്ത് നടക്കപ്പെട്ടാൽ, അപ്പോൾ ഫൈദാ വദഅത്ത്, ആണ് ഈ ഹംലിനെ പ്രസവിച്ച് കഴിഞ്ഞാൽ ഇൻഖളത്ത് ഇദ്ദത്തു തലാഖി, ഭർത്താവ് തലാഖില്ല, ഇദ്ദ തീർന്നു. സുമ്മ തഅദ്ദു, പിന്നെ ആ ഇദ്ദ കഴിഞ്ഞാൽ പിന്നെ വേറൊരു ഇദ്ദിരിക്കണം. എങ്ങനെ? ബില്ലഖ്റായി, കുറുകളെ കൊണ്ട് ഇദ്ദിരിക്കണം. ശുഭത്തിൻ്റെ വത്ത് നടന്നതിന് വേണ്ടി വേറൊരു ഇദ്ദിരിക്കണം. അതെപ്പോഴാണ് ഇരിക്കേണ്ടത്? ബഅത്തുഹരിഹാമിൻ നിഫാസി, ആ ഹംലിനെ പറ്റ നിഫാസ് ഉണ്ടാവും, നിഫാസ് എന്ന് ശുദ്ധിയായതിനു ശേഷം ഇരിക്കണം. വലിസൗജി, ഈ തലാഖിൻ്റെ ഭർത്താവിനൊക്കെയുണ്ട് ആ റജത്ത്, ഓളെ ഭാര്യ പദവിയിലേക്ക് മടക്കിയെടുക്കലുണ്ട്. കബൽ പദവി, പ്രസവിക്കുന്നതിന് മുമ്പൊക്കെ മടക്കിയെടുക്കാം. പ്രസവിക്കലോടെ ആൾ ഇദ്ദ തീർന്നല്ലോ, പിന്നെ മടക്കിയെടുക്കാൻ പറ്റില്ല. കാല റുയ്യാനിയോ, എന്നാൽ റുയ്യാനിമ പറഞ്ഞത് പ്രസവിക്കുന്നതിന് മുമ്പ് എപ്പോഴും പറ്റൂല, മറിച്ച് എല്ലാ വക്തവത്തി ശുഭത്തി, ശുഭത്തിൻ്റെ വക്ത് നടക്കുന്ന ടൈം, ആ പ്രസവിക്കുന്നതിന് മുമ്പാണല്ലോ ഇപ്പോൾ നടന്നത്, ആ ടൈമിൽ മടക്കാൻ പറ്റൂല. എന്താ കാരണം? ഈ ഹുറൂജിഹ, ഇവിടെ ഈ മുത്തല്ലക്കത്തായി ഭാര്യ പുറപ്പെട്ടതിന് വേണ്ടി ഈ നീതിൻ ശുഭത്തിൻ്റെ വത്ത് നടക്കുന്ന സമയത്ത് പുറപ്പെടുന്നുണ്ട്. അൻ ഇദ്ദത്തിഹി, ഭർത്താവിൻ്റെ ഇദ്ദയെ തൊട്ട് പുറപ്പെടുന്നുണ്ട്. എന്തേ പുറപ്പെടാൻ കാരണം? ബി കൗനിഹ, ഈ തലാഖല്ലപ്പെട്ട ഇതിരിക്കുന്ന പെണ്ണായി എന്നുള്ള കാരണം കൊണ്ട്, ഫിറാഷലിൽ വാത്തി, ഈ ശുഭത്തിൻ്റെ വത്ത് ചെയ്യുന്ന പുരുഷനുക്കുള്ള ഫിറാഷായല്ലോ, വേറൊരാളെ ഫിറാഷാകുമ്പോൾ ഇതിൻ്റെ ടൈമല്ല എന്നാണ്.
ഇതൊക്കെ പറഞ്ഞ് ഹംല് മുത്തല്ലിക്കുന്ന ആങ്കിലാണ്. ഇനി മറുഭാഗം വൈകാലിൽ ഹംലു, അതല്ല ഇവളുടെ ഹംലാണെങ്കിൽ മീൻ വത്തി സുബത്തി, തലാഖ് ചെല്ലുമ്പോൾ ഹംലൊന്നുമില്ല, പിന്നെ സുബത്തിൻ്റെ വത്ത് നടന്നല്ലോ, അതിനെ തുടർന്നാണ് ഹംലുണ്ടായതെങ്കിൽ അപ്പോൾ അവിടെ നോക്കണം. അങ്ങനെയാണെങ്കിൽ ഫൈദ വലത്ത്, ഓള ഹംലിനെ പെറ്റാൽ ഇങ്കലത്ത് ഇദ്ദത്തുഹു, ആ പ്രസവിക്കലോടുകൂടി സുബത്തിൻ്റെ വത്തിൻ്റെ ഇദ്ദ തീർന്നു. സുമ്മ തീർത്തി, പിന്നെ അവൾ കൊണ്ടുവരണം യുദ്ധത്തിൽ മുത്തല്ലിക്ക് തലാഖില്ലായിരിക്കുന്ന ഭർത്താവിൻ്റെ യുദ്ധ കംപ്ലീറ്റ് കൊണ്ടുവരണം. അത് തീരെ യുദ്ധ ആയിട്ടില്ലെങ്കിൽ അത് ബക്കീതല്ലേ, 1-2 കുറു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര, 1 കഴിഞ്ഞാൽ ബാക്കി 2 കഴിഞ്ഞെങ്കിൽ ബാക്കി 1 കൊണ്ടുവരണം. എപ്പോൾ കൊണ്ടുവരേണ്ടത്? ബാത്തുഹുരിമെൻ നിഫാസ്, നിഫാസ് എന്ന് ശുദ്ധിയാതിന് ശേഷം കൊണ്ടുവരണം. വരഹു, ഭർത്താവിനിക്കുണ്ട് റജത്തു, മടക്കിയെടുക്കലിന് അവകാശമുണ്ട് ഫിൽ ബക്കയത്തി, പിന്നെ ഇദ്ദേഹം ബാക്കിയുള്ള സമയത്തൊക്കെ മടക്കിയെടുക്കാം. വഫി വക്തി നിഫാസി, ബക്കീത്തിനെ ഇപ്പം പ്രസവിച്ച ശേഷം പിന്നെ നേരത്തെ പ്രസവിക്കുന്നതിന് മുമ്പേ 1 കഴിഞ്ഞ് 2 ബാക്കിയുണ്ട്, എന്നാൽ 2 സമയത്തൊക്കെ മടക്കിയെടുക്കാമെന്ന് അർത്ഥം. വഫി വക്തി നിഫാസി, നിഫാസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ചിലപ്പോൾ 60 ദിവസം വരെ നിൽക്കാമല്ലോ, അപ്പോഴും മടക്കിയെടുക്കാം. എന്താ നിഫാസിൻ്റെ വക്തിലും മടക്കിയെടുക്കാറ്? നിഫാസ് കഴിഞ്ഞിട്ടേ ബക്കീത്ത് തുടങ്ങുള്ളൂ, ബാക്കിയുള്ള ഇത തുടങ്ങുള്ളൂ. എന്നാലും അപ്പോൾ ആ നിഫാസിൻ്റെ സമയത്ത് മടക്കിയെടുക്കാൻ അറിയാൻ കാരണം കാരണം ഈ നിഫാസിൻ്റെ വക്താകുന്നത് മിനൽ ഇദ്ദത്തി, അത് ഇദ്ദയിൽപ്പെട്ടതാണല്ലോ. കൽ ഹൈദ്, ഹൈദിൻ്റെ വക്ത് ഇദ്ദയിൽപ്പെട്ട മാതിരിയുള്ളത്. എങ്ങനത്തെ ഹൈദാണ്? യക്കൗഫി തലാഖു, ആ ഇതിൽ വെച്ചാണ് തലാഖ് നടന്നതെങ്കിൽ അത് ഇദ്ദയെ കൂട്ടൂല, എന്നാലും പിന്നെ അത് ഇദ്ദ ഒരു കുറുവായിട്ട് കൂട്ടൂല. ആ ഇത് കഴിഞ്ഞതിന് ശേഷം കുറവ് തുടങ്ങുമെങ്കിലും അതും ഇദ്ദയിൽ പെട്ടതാണല്ലോ എന്ന മാതിരി. ഇതൊക്കെ പറഞ്ഞത് 2 വ്യക്തിൻ്റെ ഇദ്ദ ഒരു പെണ്ണിൻ്റെ മേൽ നിർബന്ധമായപ്പോൾ ഇതിൽ 1 ഹംലാണെങ്കിലാണ്. ഇല്ല അങ്ങനെ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ വൈല്ലം യക്കുൻ ഹംലുൻ, ഈ പെണ്ണിനക്ക് തലാഖിൻ്റെ ഇദ്ദയിലും ഹംലില്ല, ഈ ശുഭത്തിൻ്റെ വക്തിലും ഹംല് നടന്നിട്ടില്ല. ഈ ഹംലേ അല്ലെങ്കിൽ അപ്പോൾ അവിടെ നോക്കണം. ഫൈൻ സബക്കത്ത് തലാഖു, തലാഖാണ് മുൻകടന്നതെങ്കിൽ വത്ത് ശുഭത്തിൻ്റെ വത്തിനക്ക്, അഥവാ ആദ്യം ഭർത്താവ് തലാഖില്ലി, ആ ഇദ്ദിരിക്കുന്ന ടൈമിൽ പിന്നെയാണ് ശുഭത്തിൻ്റെ വത്ത് കടന്നത്, എന്നാൽ അത്തമ്മത്ത്, ഓൾ പൂർത്തിയാക്കണം ഇദ്ദത്തഹു, തലാഖിൻ്റെ ഇദ്ദനെ പൂർത്തിയാക്കണം. അതിനെ പൂർത്തിയാക്കാൻ വരാൻ കാര്യം കുവത്യ, തലാഖിൻ്റെ ഇദ്ദക്ക് ശക്തി ഉണ്ട് ശുഭത്തിൻ്റെ വത്തിൻ്റെ ഇദ്ദിനേക്കാൾ. എന്താ ശക്തി ഉണ്ടാകാൻ കാരണം? ബിസ്തിനാദിഹ, ഈ തലാഖിൻ്റെ ഇദ്ദ ചേർന്നതിന് വേണ്ടിയില്ല അഖദിൻ ജായിസായിരിക്കുന്നതിന് അഖദിലേക്ക് ചേർന്നാണല്ലോ. നിക്കാഹ് നടന്ന് തലാഖിനെ തുറന്നുണ്ടായതാണല്ലോ. ശുഭത്തിൻ്റെ വത്തിയിൽ അഖദൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ ഫസ്റ്റിക്ക് തലാഖിൻ്റെ ഇദ്ദിരിക്കണം. സുമ്മസ്തനഫ്, അത് കഴിഞ്ഞിട്ട് പിന്നോട് തുടങ്ങണം മല്ലുഹ്റ, മറ്റേ ഇദ്ദെന്ന് പറഞ്ഞാൽ ആ ഇദ്ദത്തെ വത്തി ശുഭത്തിൻ്റെ വത്തിൻ്റെ ഇദ്ദ പിന്നെ തുടങ്ങണം. എപ്പം തുടങ്ങണം? അഖബ ഇദ്ദത്തി തലാഖിൻ്റെ ഇദ്ദ കഴിഞ്ഞ ഉടനെ തുടങ്ങണം. വലഹു, ഈ ഭർത്താവിനേക്കുണ്ട് റജത്തു, അവളെ ഭാര്യ പദവിയിലേക്ക് തന്നെ തിരിച്ചെടുക്കലുണ്ട്. ഫി ഇദ്ദത്തിഹി, ആ ഭർത്താവിൻ്റെ ഇദ്ദ അഥവാ ആ തലാഖിൻ്റെ ഇദ്ദ തീരുന്നതിലിടക്കൊക്കെ മടക്കിയെടുക്കാം. വയുത്തി വരും ഫി വക്തിൽ വത്തി, എന്നാൽ ഈ ശുഭത്തിൻ്റെ വത്ത് നടക്കുമ്പം അപ്പോഴും ഇദ്ദ തീർന്നില്ലല്ലോ, ആ ടൈമിൽ മടക്കിയെടുക്കാൻ പറ്റുമോ എന്നിടത്ത് വരും. എന്ത് വരും? ഒരു അഭിപ്രായം. അങ്ങനത്തെ അഭിപ്രായമാണ് തഖദ്ദമ, ആ അഭിപ്രായം മുന്തിപ്പേനി റുയ്യാനിമാമിനെ തൊട്ട് ഇതേ പേജിൻ്റെ 3ാമത്തെ വരി പറഞ്ഞല്ലോ. കാല റുയ്യാനിയു ഇല്ലാ വക്തവത്തി ശുഭത്തി ഖുറൂജിഹിനീദിൻ അനിദ്ദത്തിഹി ബി കൗലിഹ ഫിറാസലിൽ വാത്തി എന്ന് പറഞ്ഞ അഭിപ്രായം വരും. അപ്പോൾ ആ സമയത്ത് മടക്കിയെടുക്കാൻ പറ്റില്ല എന്നാവും അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം. ഫൈദ റാജ, അങ്ങനെ മടക്കിയെടുക്കാമെന്ന് പറഞ്ഞല്ലോ അയാൾ ഇതിൻ്റെ ടൈമിൽ. അങ്ങനെ ഭർത്താവ് എന്താക്കി? അയാളെ ഇതിൻ്റെ ടൈമിൽ മടക്കിയെടുത്താലോ, ഇങ്കത്ത് മടക്കിയെടുക്കലോട് പിന്നെ ഇത് അവസാനിച്ചാൽ പിന്നെ സിറത്തൊക്കെ തുടങ്ങാം. ഫി ഇദ്ദത്തി ശുഭത്തി, പിന്നെ വത്ത് കടന്നിക്കണമല്ലോ, ആ ശുഭത്തിൻ്റെ വത്ത്, അതിൻ്റെ ഇത് തുടങ്ങാം. പല ഇസ്തംത്തിയോ, പക്ഷേ ഈ മടക്കിയെടുത്ത ഭർത്താവിന് സുഖെടുക്കാൻ പാടില്ല. ബിഹ, ഈ ഇദ്ദിരിക്കുന്ന മടക്കിയെടുത്തിട്ടുണ്ട്, എന്നാലും ശുഭത്തിൻ്റെ ഇദ്ദിരിക്കുകയാണല്ലോ, അതുകൊണ്ട് അവളെ സുഖെടുക്കാൻ പാടില്ല. ഏതുവരെ പാടില്ല? ഹത്താ തഖ്ദിയഹ, ആ ശുഭത്തിൻ്റെ വത്തിൻ്റെ ഇദ്ദ ഓള് വീട്ടുന്നത് വരെ. എന്താ മടക്കി ഇസ്തിംദാ ചെയ്യാൻ പറ്റൂല എന്ന് പറയാൻ കാരണം? അവൻ്റെ ഭാര്യയായിട്ടും ഹരിയാത്തിൽ ഇദ്ദനെ ഉറാത്തിയിട്ട് ഇതിൻ്റെ സമയത്ത് വിട്ടിക്കണമല്ലോ. ഇതിപ്പം പറഞ്ഞത് തലാഖ് മുൻകടന്നെങ്കില ഫൈൻ സബക്കത്തലാഖ് അതിനടുത്ത്. ഇനി അതല്ല, വൈൻ സബക്കത്തി ശുഭത്തിൻ്റെ വത്തുകാണ് മുൻകടന്നതെങ്കിൽ തലാഖ് ഫസ്റ്റിക്കോടെ ആരോ ശുഭത്തിൻ്റെ വത്ത് ചെയ്താഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഭർത്താവ് തലാഖില്ലതെങ്കിൽ കദ്ദമത്ത് അല്ലെങ്കിൽ കുദ്ദിമത്ത് അവിടെ മുന്തിക്കപ്പെടണം. ഇദ്ദത്തു തലാഖിൻ്റെ ഇദ്ദനാണ് മുന്തിക്കേണ്ടത്. ശുഭത്തിൻ്റെ വത്താണ് ആദ്യം നടന്നത്, ശുഭത്തിൻ്റെ വത്താണെങ്കിൽ അതല്ല, രണ്ടാമത് സംഭവിച്ച ആ തലാഖിൻ്റെ ഇദ്ദാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അതെന്താ കാരണം? ഈ കുവത്തിഹ, തലാഖിൻ്റെ ഇദ്ദക്ക്
ശുഭത്തിൻ്റെ ഇതിനെക്കൂടെ ചേർത്ത് നോക്കുമ്പോൾ ശക്തിയുണ്ട്. കമാത്തക്കത്തമ്മ ആ ശക്തി ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ അടുത്തിപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ. ബിസ്തിനാദിഹായില അഖദിൻ ജായിസ് എന്നൊക്കെ ആ കാരണം കൊണ്ട് ഫക്കീലാനി പറയപ്പെട്ടു. അല്ല, ഇദ്ദത്തെ ശുഭത്തി അല്ലെങ്കിൽ ഇദ്ദത്ത് ശുഭൻ്റെ ഇദ്ദനാണ് മുന്തിക്കേണ്ടത് തലാഖ്. അല്ല ശുഭ കാരണം അതല്ലേ ആദ്യം ഉണ്ടായത്, പിന്നല്ലേ തലാഖ് ഉണ്ടായതെന്ന് വസയത്തി. എന്നാൽ അടുത്ത പേജിൽ തന്നെ വരുന്നുണ്ട് അന്നഹു നിശ്ചയമായിട്ടും കാര്യം ലവ് കാനൽ വധു. ഇവിടെ വധു ചെയ്യൽ ശുഭത്തിൻ്റെ വധുണ്ട്. അത് നിക്കായും ഫാസിദ നിക്കാഹ് മൂലമാണ് ഉണ്ടായതെങ്കിൽ ഇങ്കത്തത് ബിഹി ആ വധുവോടുകൂടി മുറിയും. ഇദ്ദത്ത് തലാഖി തലാഖിൻ്റെ യുദ്ധം മുറിയും. ഏതുവരെ മുറിയും? ഐലായു ഫരിക്കൽ ഖാദി ബൈനവുമ. ആ ഫാസിദ നിക്കാഹ് ചെയ്ത ഭർത്താവുണ്ടല്ലോ, അയാൾ ഈ പെണ്ണിനിടയിൽ ഖാദിയാർ ഇടപെട്ട് ഇങ്ങനെ വിട്ടുപിരിക്കുക, അല്ലെങ്കിൽ ആ ഭർത്താവ് മരിക്കുക, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടാകുന്നത് വരെ യുദ്ധം മുറിയും. അങ്ങനെ വിട്ടുപിരിച്ച് അല്ലെങ്കിൽ അയാൾ മരിച്ച് അതിൻ്റെ ശേഷം പിന്നെ ഇനി ബാക്കിയുള്ള യുദ്ധം പൂർത്തിയാക്കണം എന്നർത്ഥം. അല്ലാഹുമ്മ ജഅൽനാ മിനൽ മുതഅല്ലിമീന അൽ ഫായിസീന അൽ ഉഖറവിയ്യീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത